എടാ പയ്യന്മാർക്ക് റിവ്യൂ തുടങ്ങിയാൽ നീക്ക് പാറ്റേണിനെ പറ്റി എന്തെങ്കിലും പറയണം. ഞാനും ഇട്ട റിവ്യൂ ആലോചിക്കല്ലേ. എടാ ഫസ്റ്റ് പോയിന്റ് പടം നല്ലതാണെന്ന് തന്നെ പറയണം. എടാ ഈ ഐ മൊമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലർക്ക് കണ്ടു കഴിയുമ്പോഴത്തേനും പോരാൻ തോന്നും. ഇപ്പൊ നമ്മുടെ റിവ്യൂ ഓപ്പോസിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതിനെ അവര് മാസ് പടം എന്ന് പറഞ്ഞല്ലോ പടം പ്രൊമോട്ട് ചെയ്തത്. എടാ ഹൈ മൊമെന്റ്സ് ഇല്ലാന്ന് പറഞ്ഞിട്ട് പോരാന്ന് തോന്നുന്ന കാര്യം എന്താണ്? 3 മണിക്കൂർ പടം അവര് നല്ല വൃത്തിക്ക് നല്ല ക്വാളിറ്റിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ബോറടിക്കാതല്ലേ കണ്ടത്. അതൊരു പോയിന്റ് ആണ്. ഇനി ആക്ടേഴ്സിനെ പറ്റി എന്ത് പറയാം? എടാ ഇത് മമ്മൂട്ടി പടമാണെന്നുള്ളത് എടുത്തു പറയണം. പിന്നെ ഇനി ലാലേട്ടനെ പറ്റി എന്ത് കൊടുക്കും? എടാ ഈ ലാലേട്ടന്റെ കാര്യം എനിക്കൊരു സെക്കൻഡ് ഹീറോ വൈബ് ഒന്നും അടിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഗസ്റ്റ് റോൾ ആണെന്ന് മെൻഷൻ ചെയ്താൽ പോയി. അത് മതിയടാ. കുഞ്ചാക്കോയും ഫഹദും അടക്കം എല്ലാ ആക്ടേഴ്സും നല്ലൊരു ലെവലിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആരും അങ്ങനെ കൗച്ചിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നിയില്ല. അതൊക്കെ അത് പറയാം. എടാ പിന്നെ ഫൈറ്റിനെ പറ്റി എടാ ഫൈറ്റ് ഒക്കെ നിറയുണ്ട്, പക്ഷെ ഒരു പഞ്ച് കിട്ടിയില്ല. എടാ അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം. കാരണം ഈ എഡിറ്റിംഗിലൊക്കെ ആയിരുന്നാൽ ഈ ഫൈറ്റ് സീക്വൻസ് ചടപടി അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടായിരുന്നാല് മമ്മൂട്ടിയാണ് ചെയ്യുന്ന ഒരു പഞ്ച് കിട്ടില്ല. അതായിരിക്കും റീസൺ. അത് കറക്റ്റാണ്. ആ എഡിറ്റിംഗ് ആണ് പ്രശ്നം. എന്നാ പക്ഷേ ആ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ആ എഡിറ്റിംഗ് ബാധിച്ചിട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയായിരുന്നു. എടാ ഇനി സ്ക്രിപ്റ്റിനെ പറ്റി പറയണം. സ്ക്രിപ്റ്റ് നല്ലതാണെന്ന് എന്തായാലും എടുത്ത് പറയും. അതുപോലെ തന്നെ സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള കാസ്റ്റിംഗ് ആയിരുന്നു, അല്ലാതെ കാസ്റ്റിങ്ങിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പൊ അതൊന്നും എടുത്ത് പറയണം. എടാ സ്ക്രിപ്റ്റ് വലിയ പുതുമയില്ല. എൻഡിങ് ആയിരുന്നു കുറച്ച് പ്രെഡിക്റ്റബിൾ ആണ്. എൻഡിങ് മാത്രമൊന്നുമല്ല, എനിക്ക് മിക്കതൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത്. പിന്നെ എന്നാലും ആ ക്വാളിറ്റിയിൽ ഞാൻ അങ്ങ് കണ്ടിരുന്നു. പ്രെഡിക്റ്റബിൾ ആണ്. എന്നായിരുന്നാലും നമ്മൾ എൻജോയ് ചെയ്തിരുന്ന് കണ്ടില്ലേ. അത് ആ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. അത് എന്തായാലും എടുത്ത് പറയാം. എടാ അത് പറയണം കേട്ടോ. പിന്നെ സുഷിന്റെ മ്യൂസിക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. 1-2 സീനിലൊക്കെ ആയിരുന്നു അവൻ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറും അല്ലേ. എനിക്ക് മ്യൂസിക് ആവറേജ് ആയിരുന്നു. എനിക്ക് ഇതിനെപ്പറ്റി ഒരു വലിയ ഐഡിയ ഇല്ല പറയാൻ. അതുകൊണ്ട് ഞാൻ ഇവന്റെ പോയിന്റ് എടുക്കുകയാണ്. അത് നീ എന്താന്ന് വെച്ചാൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ പോയിന്റ് നീ എടുക്കാറില്ല. എടാ പിന്നെ എന്തായാലും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലാതെ ഇങ്ങനൊരു സിനിമ വേറൊരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല എന്നുള്ളതും, പിന്നെ മമ്മൂട്ടി മോഹൻലാൽ ടീമിന്റെ മാസ് ആക്ഷൻ പ്രതീക്ഷിച്ച് പോകാതിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു സിനിമയാണ് എന്നുള്ളതും പറഞ്ഞുകൊണ്ട് ഞാൻ റിവ്യൂ ആണ്. ഓക്കെ അല്ലേ?